എന്താണ് ഇതിന് കാരണം? നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഇസ്ലാമിന്റെ ബലാത്സംഗ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് പറയേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഈ വീഡിയോ ആണ്. ഡോക്ടർ അരുൺ മംഗലത്തെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ള ബലാത്സംഗത്തിന്റെ ജൈവിക സിദ്ധാന്തം എന്നുള്ളത് യുക്തിവാദികളുടെ അഭിപ്രായമാണ് എന്നുള്ളത്, അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ യുക്തിവാദികളുടെ ധാർമ്മിക ബോധത്തെ കാണിക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ. സ്വന്തം പുസ്തകത്തിനെ വിശുദ്ധം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചതും വിശുദ്ധനാണെന്നും മാനവരിൽ മഹോന്നതനാണെന്ന് പറഞ്ഞിട്ടുള്ള ആള് ചെയ്തതും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ ചെയ്ത ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അവിടെ ഒക്കെ നടക്കുന്നത് പലതരത്തിലുള്ള റേപ്പാണ് എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ വീക്ഷണത്തിൽ അത് തെറ്റാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ പറയേണ്ടി വന്നത്. ഇത് തന്നെ മറ്റൊരു വിഭാഗം മുസ്ലിങ്ങളോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് സ്വയം ആലോചിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനി അവധാനതാപൂർവം അല്പം യുക്തിബോധത്തോടെയും മനുഷ്യപ്പറ്റോടുകൂടിയും പെരുമാറാനായിട്ട് പഠിക്കണം. ഇവരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇവർ എപ്പോഴും അവരുടെ ട്രേഡ് മാർക്കായിട്ടുള്ള നമുക്ക് രണ്ടുണ്ട് സാധനം എന്ന ട്രേറ്റ് എപ്പോഴും കാണിക്കാറുണ്ട്. നമ്മളിപ്പോ ഈ വിഷയം എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് കാരണം? നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഇസ്ലാമിന്റെ ബലാത്സംഗ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് പറയേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഈ വീഡിയോ ആണ്. അതിൽ യുക്തിവാദികളുടെ ധാർമ്മികത എന്ന് എഴുതിയിട്ട് ആ ധാർമ്മികത അങ്ങോട്ട് വെട്ടിയിട്ട് ബലാത്സംഗ പാഠങ്ങൾ എന്നാണ് ടംലൈന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 3 ആൾക്കാർ ഇരുന്നിട്ട് ഈ ഗുണവധികാരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ ഗുണവധികാരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ വീഡിയോയിൽ ഇതുപോലുള്ള ഈ വഷളൻ ഹദീസുകളും ആയത്തുകളും എടുത്ത് നമ്മൾ ഇത്രയും നേരം ഇവിടെ പറയേണ്ടി വന്നത്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഷിയാബുക്ക് റെസ്പോണ്ട് ചെയ്തതിന്റെ ശേഷം നമുക്ക് പറയാം. യുക്തിവാദികളുടെ ബലാത്സംഗ പാഠങ്ങൾ എന്ന് അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന വിഭാഗം അവരുടെ ക്യാപ്ഷനായിട്ട് ഇട്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ ബലാത്സംഗ പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ ഇട്ടിട്ടൊരു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക, സെമിനാറിൽ ഒരു പ്രഭാഷണം നടത്തുക, ഒരു പ്രസന്റേഷൻ നടത്തുക ആണെന്ന് ഇരുന്നോട്ട് ചുമ്മാ ചിന്തിച്ചത് എന്തായിരിക്കും ഇവിടുത്തെ പുകില്? അപ്പം യുക്തിവാദികൾക്കെതിരെ എന്ത് നെറികെട്ട വാക്കും ക്യാപ്ഷനാക്കിയിട്ട് ഏത് നെറികെട്ട പദപ്രയോഗവും നടത്താമെന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ. എന്നാൽ അതേസമയം ഇസ്ലാമിന് നേരെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കലാണെന്നും ഇസ്ലാമോഫോബിയ പരത്തിലാണെന്നും പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് യുക്തിവാദികളുടെ ബലാത്സംഗ പാഠങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രസന്റേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ യുക്തിവാദികൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല എന്നുള്ളത് അവർക്കറിയാം. മറിച്ച് അങ്ങനെ ചെയ്താലും സമൂഹ മനസ്സിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല, അത് തെറ്റായിട്ട് പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ വീക്ഷണം ഉള്ളത് കൊണ്ടും അത്തരം ഒരു വിചാരം ഉള്ളത് കൊണ്ടും അപ്പൊ അതിന്റെ നൈതികതയെ നമ്മൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. മുസ്ലിങ്ങളുടെ ബലാത്സംഗ പാഠങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രസന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമാണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയാം, അത് അധാർമിക പ്രവൃത്തിയാണ് എന്നറിയാം. പക്ഷെ യുക്തിവാദികൾ മുഴുവൻ പേരും ബലാത്സംഗികളാണെന്നും യുക്തിവാദികൾ എന്നുള്ള ഒരു ടൈറ്റിൽ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടുന്നത് കൊണ്ടോ ആ മനുഷ്യരൊക്കെ ഈ തന്നെയും ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരാണെന്നും അതുകൊണ്ട് അവരുടെ ബലാത്സംഗ പാഠങ്ങൾ പഠിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന ഈ നരേഷൻ അതിനോട് നമ്മുടെ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തണം. ഇതേ രീതിയിൽ പ്രതികരിക്കാനായിട്ട്, ഇത്രയും വഷളായ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് മുസ്ലിങ്ങളോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് കൊണ്ടാണ്. മുസ്ലിങ്ങൾ എല്ലാവരും ബലാത്സംഗികളല്ല. നമ്മളിവിടെ ഇതുവരെയും പറഞ്ഞു പോയത് ചില മഹോന്നതരായിട്ടുള്ള മനുഷ്യരുടെ, പുണ്യപുരുഷന്മാരുടെ ബലാത്സംഗം പറയേണ്ടി വന്നത് എത്രമാത്രം അധമമായിട്ടുള്ള ധാർമ്മിക ബോധമാണ് അത്തരം ചരിത്രങ്ങളും അത്തരം ഹദീസുകളും അത്തരം വിശുദ്ധ വചനങ്ങളും ഒക്കെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് എന്ന് പറയാനും അത് വെളിപ്പെടുത്താനുമായിട്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇനി അവധാനതാപൂർവം അല്പം യുക്തിബോധത്തോടെയും മനുഷ്യപ്പറ്റോടുകൂടിയും പെരുമാറാനായിട്ട് പഠിക്കണം. മുസ്ലിങ്ങളായതുകൊണ്ട് നിങ്ങൾ പിഴകളായതല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. മുസ്ലിങ്ങളെല്ലാം പിഴകളല്ല, പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ചില പിഴകൾ മനുഷ്യൻ സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന
ഒരു മോശം ചിത്രമുണ്ട്. യുക്തിവാദികൾ വഷളന്മാരാണ് എന്ന ആ ഒരു കാര്യം ശുദ്ധ തെമ്മാടിത്തമാണ് എന്ന് പറയാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരം ക്യാപ്ഷൻ ഇട്ടുകൊണ്ടല്ല പ്രസന്റേഷൻ നടത്തുക. ഒരു വിഭാഗത്തെ, ഒരു പറ്റം മനുഷ്യരെ ബലാത്സംഗികളെന്ന് വിളിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ യുക്തിബോധവും ധാർമ്മിക ബോധവും ഞങ്ങളെ അനുവദിക്കുന്നില്ല. അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ആ ടീം നടത്തിയിട്ടുള്ള പ്രസന്റേഷനിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഒന്നാമത് അബ്ദുള്ള അബ്ബാസിന് മുന്നോട്ട് വെച്ചുള്ള ആരോപണം എന്ന് പറയുന്നത്, വർഷങ്ങളായിട്ട് ഇസ്ലാം മത വിമർശകർ, പ്രത്യേകിച്ച് യുക്തിവാദികളും നാസ്തികരും ഒക്കെ ഇസ്ലാമിന്റെ ധാർമ്മികതയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അവരുടെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും പറയാതെ ഓടി രക്ഷപ്പെടുന്ന രീതിയാണ് കണ്ടുവരുന്നത് എന്നൊക്കെയാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും പറയുന്നത്, നമുക്ക് ഈ യുക്തിവാദികൾ അവരുടെ ധാർമ്മികതയെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട്, യുക്തിവാദികൾ അവരുടെ ധാർമ്മിക നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ ഇതിനുവേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താണ്? കേരള യുക്തിവാദി സംഘം പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2013 ഏപ്രിൽ മാസത്തെ യുക്തിയുഗം മാസികയിലെ ഒരു ധാർമ്മിക ചർച്ചയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ ധാർമ്മിക ചർച്ചകളിൽ നിന്ന് യുക്തിവാദികളുടെ അല്ലെങ്കിൽ നാസ്തികരുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ചും ധാർമ്മിക ചിന്തകളെക്കുറിച്ചും നിലപാട് നമുക്കൊന്ന് പരിശോധിക്കാം, അവലോകനം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ചർച്ച മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അവാസ്തവമായ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണ്. യുക്തിവാദികൾ ധാർമ്മിക ചർച്ചകളിൽ നിന്ന് ഒഴിവാകുന്നു, അവരുടെ ധാർമ്മിക ബോധത്തെ സംബന്ധിച്ചും ധാർമ്മിക ചിന്തയെ സംബന്ധിച്ചും അവരൊന്നും പറയുന്നില്ല എന്ന നുണ പറഞ്ഞതിന് ശേഷമാണ് അവര് പ്രഥമഘട്ടത്തിൽ തന്നെ ചർച്ചയിലേക്ക് കടക്കും. ഇനി നമ്മൾക്ക് ഈ 11 വർഷം മുമ്പുള്ള യുക്തിയുഗ മാസികയിൽ ഒരു ധാർമ്മിക ചർച്ച നടന്നിട്ടുണ്ട്. ആ ലക്കത്തിൽ 5 പേര് ധാർമ്മിക ബോധത്തിന്റെയും ധാർമ്മിക ചിന്തയുടെയും ഉറവിനെ പറ്റി, അതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും അതിന്റെ പരിണാമത്തെ സംബന്ധിച്ചും ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഏറെ പരിചിതരായിട്ടുള്ള CV വിശ്വനാഥന്റെ ധാർമ്മികത ആപേക്ഷികമോ എന്ന ലേഖനം, ഡോക്ടർ മനോജ് ബ്രൈറ്റിന്റെ ധാർമ്മികതയുടെ ജീവശാസ്ത്രം എന്ന ലേഖനം, ശ്രീ മുഹമ്മദ് നസീർ എഴുതിയിട്ടുള്ള ധാർമ്മിക ചിന്തയുടെ ഭൗതിക അടിത്തറ എന്ന ലേഖനം, ശ്രീ EA ജബ്ബാർ മാഷിന്റെ ഇസ്ലാമിക ധാർമ്മികതയും ആധുനിക സമൂഹവും എന്ന ലേഖനം, ഇതുകൂടാതെ ഡോക്ടർ അരുൺ മംഗലത്ത് എഴുതിയിട്ടുള്ള ബലാത്സംഗത്തിന്റെ ജൈവിക സിദ്ധാന്തം എന്ന ലേഖനം. ഈ ലേഖനങ്ങളിൽ അൺമാസ്കിംഗ് അനോമലീസ് എടുത്തിട്ടുള്ളത് ഡോക്ടർ അരുൺ മംഗലത്തിന്റെ ലേഖനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്ടർ അരുൺ മംഗലത്തെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ള ബലാത്സംഗത്തിന്റെ ജൈവിക സിദ്ധാന്തം എന്നുള്ളത് യുക്തിവാദികളുടെ അഭിപ്രായമാണ് എന്നുള്ളത്, അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ യുക്തിവാദികളുടെ ധാർമ്മിക ബോധത്തെ കാണിക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ. അപ്പൊ ഇതിനെ സംബന്ധിച്ച് എന്താണ് എന്റെ അഭിപ്രായത്തിൽ? അതിന് നല്ല രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരാള് ശ്രീ പ്രതീഷാണ്. പ്രതീഷിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. ഈ വിഷയത്തിലുള്ള ഓൾറെഡിയുള്ള അനാലിസിസ്, ഇസ്ലാമിക പക്ഷത്തിൽ നിന്നുള്ള അനാലിസിസ് UV ഷിഹാബ് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത്, ഈ UA ടീം കൊണ്ടുവന്ന വാദങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ആ കൊണ്ടുവന്ന വാദത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താ എന്നാണ്. അതുമായിട്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്ന യുക്തിയുഗം എന്നുള്ള മാസികയിൽ അരുൺ മംഗലത്ത് എന്ന ഒരു സ്വതന്ത്ര ചിന്തകൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. യുക്തിവാദികൾ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്നു, യുക്തിവാദികൾ സ്ത്രീകളെ കണ്ട ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയ വലിയ ഡയലോഗുകളൊക്കെ ഇവർ അടിച്ചു വിടുന്നത്. അപ്പോൾ മിനിമം ഓണസ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ നമുക്കറിയാലോ, ഈ ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ ഒരു ആവശ്യം ആളുകളിലേക്ക് കുറഞ്ഞു വരികയാണ്, ഒരുപാട് കൊഴിഞ്ഞു പോക്കുണ്ട്. അപ്പം പലതരത്തിലും നമുക്ക് മതത്തിൽ ആളുകളെ പിടിച്ച് നിർത്തേണ്ടതുണ്ട്. ആകർഷിക്കാനും ഉള്ളവർ പോകാതിരിക്കാനും വേണ്ടി മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് പറഞ്ഞാലെങ്കിലും ചിലപ്പോൾ മതത്തിലെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടെ എന്നുള്ളൊരു അറ്റംപ്റ്റൊക്കെയാണ്. ഇതിനെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്ത് തന്നെ ആയാലും ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുൺ മംഗലത്ത് ഇവിടെ പറഞ്ഞ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ അരുൺ മംഗലത്ത് ഈ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് ഒരു ബലാത്സംഗ ന്യായീകരണത്തിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിന് അദ്ദേഹം എഴുതുന്നുണ്ട്, ഏതൊരു വിഷയത്തിൻ്റെയും പ്രശ്നത്തിന് പരിഹാരം അതിൻ്റെ യഥാർത്ഥ കാരണം, വസ്തുതകളെ അടിസ്ഥാനമാക്കി നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. അപ്പം ബലാത്സംഗം ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതുന്നത് ചില ഫെമിനിസ്റ്റുകൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ ബലാത്സംഗത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാണ് പുള്ളി ഇത് എഴുതുന്നത്. ഫെമിനിസ്റ്റുകൾ ഇതൊരു
സാമൂഹിക നിർമ്മിതിയും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും കാരണമാണ് ഇത് നടക്കുന്നതെന്നും അല്ലാതെ ഇത് ആന്തരികമായിട്ടുള്ള ചോദനകളൊന്നും മനുഷ്യർക്കില്ല എന്നാണ്. എന്നാൽ അരുൺ മംഗലത്ത് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. ഇതിൽ പരിണാമപരമായിട്ട് ചില ഫീച്ചേഴ്സ് അഡാപ്റ്റ് ആയതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ രണ്ട് കൂട്ടർ, അരുൺ മംഗലത്ത് ഏത് ഫെമിനിസ്റ്റിനാണ് ഉത്തരം കൊടുത്തതെന്ന് എനിക്കറിയില്ല, എന്നാലും ഈ രണ്ട് കൂട്ടരും ബലാത്സംഗം ഒരു മോശം കാര്യമാണ് എന്ന കാര്യത്തിൽ ഇവിടെ ആരും തർക്കിക്കുന്നൊന്നുമില്ല. ബലാത്സംഗത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അത് ഒരു പരിണാമപരമായിട്ടുള്ള ഇവോൾവ് സംഭവം, അഡാപ്റ്റഡ് സംഭവമായിട്ടാണോ കാണേണ്ടത്, അതോ സമൂഹത്തിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വരുന്ന സംഭവമായിട്ടാണോ കാണേണ്ടതെന്നാണ് ഇവിടുത്തെ തർക്കം. അപ്പോൾ അങ്ങനെയുള്ളൊരു തർക്കത്തെ എടുത്തിട്ട് അരുൺ മംഗലത്ത് ബലാത്സംഗത്തെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ഇതൊരു ശാസ്ത്രീയ അന്വേഷണമായിട്ട് കണ്ടാൽ മതി, ഈ ശാസ്ത്രീയ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഒരു ധാർമ്മികപരമായ ന്യായീകരണമായിട്ട് കാണരുത് എന്നും പുള്ളി പറയുന്നുണ്ട്. പുള്ളി എടുത്തു പറയുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാർമ്മികമായ കാര്യങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ധാർമ്മികമാവണമെന്നും നിർബന്ധമില്ല. കൊടുങ്കാറ്റ്, സുനാമി ഇവയെല്ലാം തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളാണ് എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണെന്ന് ആരും പറയില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇത് രണ്ടിനെ രണ്ടായിട്ട് തന്നെ കാണണം എന്നാണ് ഈ അരുൺ മംഗലത്ത് പറഞ്ഞത്. ഇതൊന്നും വായിക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം തന്നെ അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അരുൺ മംഗലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ വായിക്കാം. സൗന്ദര്യവും ശക്തിയും ഇല്ലാത്ത പുരുഷൻ ബലാത്കാരമായി സ്ത്രീയെ പ്രാപിക്കുന്നത് ശരിയാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജനിതക പദാർത്ഥത്തിൻ്റെ കൈമാറ്റം സാധ്യമാക്കാനുള്ള മാർഗങ്ങൾ ഇവയൊക്കെയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബലാത്സംഗത്തിന് നീതീകരണമില്ല. ഈ ഒരു ആർട്ടിക്കിളിൽ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്നൊരു സംഭവം ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുള്ളൂ. ഇവന്മാർ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്ന സംഭവത്തിന് തന്നെ ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്തിട്ട് ഇത് ന്യായീകരണമായിട്ടുള്ള കണ്ട് ഇസ് ഓട്ട് എന്നുള്ള രണ്ട് സംഭവമായിട്ട് തന്നെ കാണണം. ഒരു സംഭവം ഇസ് ഇങ്ങനെയാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആകണം എന്നൊരു ഡെറിവേഷൻ കിട്ടില്ല. ഇതൊരു ഈസ് ഓട്ട് ഫാലസിയാണ്, അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഫാലസിയാണ് എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ സംഭവം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ ധാർമ്മികത എന്നൊരു കൺക്ലൂഷൻ എടുക്കരുതെന്ന് എടുത്തു പറഞ്ഞിട്ടും അങ്ങനത്തെ കൺക്ലൂഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് മിസ്റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ ഈ കുട്ടികൾ. അത് അവരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അവർ കൊണ്ടുവരുന്ന സ്റ്റഡീസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് തന്നെ അടി കിട്ടുന്ന സ്റ്റഡീസ് ആയിരിക്കും മിക്കവാറുള്ളത്. അത് അവർ നിരന്തരം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെയും അവരത് പതിവുകളൊന്നും തെറ്റിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് അവർ എടുത്തുകൊണ്ട് വരുന്ന സംഭവത്തിൽ എഴുത്തുകാരൻ തന്നെ അതിന് വിരുദ്ധമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ മനോജ് ബ്രൈറ്റ് എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ ഡാർവീനിയൻ അൽഗോരിതത്തെ സംബന്ധിച്ച് പറയുന്നു. ഡാർവീനിയൻ അൽഗോരിതം എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്ര സുപരിചിതമായ വാക്കല്ല. എവല്യൂഷണറി സൈക്കോളജി അറിയാവുന്ന ആൾക്കാർക്ക് അവർക്ക് പഠന വിഷയമായിട്ടുള്ള ഒന്നാണ് ധാർമ്മികതയെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഡാർവീനിയൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്നുള്ള പഠനങ്ങളും അതിന്റെ വിശകലനങ്ങളും ഒക്കെ തന്നെയും. ഇപ്പൊ എന്താണ് ഡാർവീനിയൻ അൽഗോരിതം എന്ന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അത് ആദ്യം ഇങ്ങനെയാണ്, നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇൻ എവല്യൂഷണറി സൈക്കോളജി ആൻ ഇന്നേറ്റ് ഡൊമൈൻ സ്പെസിഫിക് കോഗ്നിറ്റീവ് പ്രോഗ്രാം ദാറ്റ് ഇവോൾവ്ഡ് ടു അക്കംപ്ലിഷ് സയന്റിഫിക് അഡാപ്റ്റീവ് ഫങ്ഷൻസ്. ഇതിനെയാണ് ഡാർവീനിയൻ അൽഗോരിതം എന്ന് പറയും. ഇത് പെട്ടെന്ന് മലയാളികൾക്ക് അല്ലെങ്കിൽ സാധാരണ വായനക്കാർക്കോ ഒന്നും കേൾവിക്കാർക്കോ ഒന്നും മനസ്സിലാക്കാത്തൊരു ഭാഷയാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് നമുക്ക് ആൾക്കാരുടെ മുഖങ്ങൾ കണ്ട് തിരിച്ചറിയാനുള്ള കഴിവിനെ സംബന്ധിച്ചാണ്. ഞാൻ ഒന്ന് ചെറുതായിട്ട് വിശദമാക്കാം. ഇത് ഏകദേശം മലയാളം ഇങ്ങനെയാണ്: പരിണാമ മനഃശാസ്ത്രത്തിൽ ഒരു സ്വതസിദ്ധമായ ഡൊമൈൻ നിർദ്ദിഷ്ട കോഗ്നിറ്റീവ് പ്രോഗ്രാം നിർദ്ദിഷ്ട അഡാപ്റ്റീവ് ഫംഗ്ഷനുകൾ നിറവേറ്റുന്നതിനായി പരിണമിച്ചു. അതിനെയാണ് ഡാർവീനിയൻ അൽഗോരിതം എന്ന് പറയാം. ഉദാഹരണത്തിന് മുഖം തിരിച്ചറിയാനുള്ള കോഗ്നിറ്റീവ് മെക്കാനിസം. അതായത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആൾക്കാരെ, ഏറ്റവും അടുത്ത ആൾക്കാരെ മുഖം കൊണ്ട് തിരിച്ചറിയും. ജനിച്ചു വീഴുന്ന ഒരു ശിശു തൻ്റെ അമ്മയെ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ ഇത് അമ്മയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ തനിക്ക് മുലപ്പാൽ തരുന്ന വ്യക്തിയാണ്, തന്നെ ശരീരത്തോട് ചേർച്ച് പിടിച്ച് ചൂട് പകരുന്ന വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നത്. പിന്നീട് ആ കുഞ്ഞിന് അമ്മയെ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. ഇതൊരു എവല്യൂഷണറി മെക്കാനിസമാണ്. ഇപ്പൊ ഒരു നായക്ക് ഗന്ധത്തിലൂടെ വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഈ വയനാട്ടില് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ള മനുഷ്യര് അവരെവിടെയാണെന്ന് അറിയാനായിട്ട് ഡോഗ് സ്ക്വാഡിന്റെ സഹായം, പ്രത്യേകിച്ച് സ്നിഫർ ഡോഗ്സിന്റെ സഹായം തേടുന്നു. നായകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ഘ്രാണശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് നായകളിലുള്ള ഒരു എവല്യൂഷണറി അൽഗോരിതമാണ്. അതുപോലെ മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ഇന്നേറ്റ് ആയിട്ട്, സ്വതസിദ്ധമായിട്ട്, ഒരുപക്ഷെ ജന്മനാ തന്നെ കൈവന്നിട്ടുള്ള ഒരു കഴിവാണ്
ഈ പറയുന്ന സ്പെസിഫിക് റിക്കഗ്നിഷൻ, കോഗ്നിഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കത് അത്യാവശ്യമാണ്. ആഫ്രിക്കൻ ഗോത്രവർഗങ്ങൾക്കാർ അവരുടെ ഗോത്രത്തിൽ ഒരേ വിഭാഗമായിരിക്കാം, ഒരേ ജനിതക സ്വഭാവമുള്ള മനുഷ്യരായിരിക്കാം, ഒരേ നിറവും രൂപസ്ഭാവങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ്. പക്ഷെ തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യുന്നു? മുഖത്തും ശരീരത്തും ഒക്കെ പലതരത്തിലുള്ള ചായങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, പല ഡിസൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് അവര് തങ്ങളുടെ ഗോത്ര സ്വഭാവത്തെയും ഗോത്ര സ്വത്വത്തെയും അവര് വെളിപ്പെടുത്തും. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ രാജസ്ഥാനിലെ ചില പ്രത്യേകതരം ജാതി വിഭാഗങ്ങൾ പ്രത്യേക തരം തലപ്പാവുകൾ ധരിക്കുന്നതിലൂടെ തങ്ങളുടെ ഗോത്ര മഹിമയും ഗോത്ര വ്യതിരിക്തതയും രേഖപ്പെടുത്തും. ഇതൊക്കെ കോഗ്നിറ്റീവ് മെക്കാനിസമാണ്. അത് മനഃപൂർവ്വമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേർതിരിച്ചറിയൽ മാർഗങ്ങളാണ്. എന്നാൽ പരിണാമശാസ്ത്രപരമായിട്ട് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവുകൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു പുരുഷന് ഒരു സ്ത്രീയെ തിരിച്ചറിയേണ്ട ആവശ്യകത ഉള്ളത് എങ്ങനെയാണ് സംഭവിക്കുക? ആ സ്ത്രീയുടെ അംഗരൂപ സ്വഭാവങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വൈശാലിയിലെ നായകനായിട്ടുള്ള ഋഷ്യശൃംഖൻ വനാന്തരത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തി സ്ത്രീയെക്കുറിച്ച് യാതൊരു മുൻധാരണ ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ പുരുഷനാണോ സ്ത്രീയാണോ തിരിച്ചറിയാത്ത ഒരു കഥാസന്ദർഭം നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. പക്ഷെ ഇത് പരിണാമശാസ്ത്രപരമായിട്ട് ശരിയല്ല എന്നുള്ളതാണ്. പരിണാമശാസ്ത്രപരമായിട്ട് ഒരു പുരുഷന് സ്ത്രീയെ തിരിച്ചറിയാനും സ്ത്രീക്ക് പുരുഷനെ തിരിച്ചറിയാനുള്ള മെക്കാനിസം ഇന്നേറ്റ് ആയിട്ട് സ്വതസിദ്ധമായിട്ട് കൈവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കറുത്ത വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാനും വെളുത്ത വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാനും നീല കണ്ണുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാനും നീണ്ട മൂക്കുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ അത്തരം തിരിച്ചറിയലുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു സിനിമയിൽ ഒരു രംഗത്ത് ഒരുപാട് ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു സീനിൽ ഒരുപാട് പേരുടെ മുഖങ്ങൾ മാറി മാറി വരുമ്പോൾ പിന്നീട് നമ്മൾ ആ മുഖങ്ങൾ ഓർത്തിരിക്കാറില്ല. എന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരായിരക്കണക്കിന് ആൾക്കാരിൽ ചില ആയിരക്കണക്കിന് ആൾക്കാരുടെ മുഖങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. ഇതൊരു കോഗ്നിറ്റീവ് മെക്കാനിസമാണ്. ഇത് നമ്മുടെ സർവൈവലിന് സഹായകവുമാണ്. സ്വന്തം ഗോത്രത്തിലുള്ള ആൾക്കാരെയും ശത്രുപക്ഷത്തുള്ള ആൾക്കാരെയും അല്ലാത്തവരെ തിരിച്ചറിയുക, ശത്രുവിനെ വേർതിരിച്ചറിയുക, ഇതൊക്കെ ആവശ്യമാണ്. അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ മനുഷ്യർ കൈക്കൊണ്ടുവരുന്നതാണ്. ഇതിനെയാണ് പരിമിതമായി പറഞ്ഞാൽ ഡാർവീനിയൻ അൽഗോരിതം എന്ന് പറയും. ഈ കഴിവ് നേടിയെടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഈ കാര്യം പറഞ്ഞത് ഡാർവീനിയൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്ത് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് സർവൈവ് ചെയ്യുന്ന മെക്കാനിസം ആണ് എന്ന് ഡോക്ടർ മനോജ് ബ്രൈറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പൂർവ്വരിക്കൂടെ മനഃപൂർവ്വമായിട്ട് ഡോക്ടർ അരുൺ മംഗലത്തിന്റെ ഡിസ്ക്ലൈമേഴ്സ്, അദ്ദേഹത്തിന്റെ 19 പേജ് വരുന്ന ലേഖനത്തില് ഏതാണ്ട് 9-ലധികം തവണ ഇത് എന്റെ രാഷ്ട്രീയ അഭിപ്രായമല്ല, ഇതെന്റെ ആദർശമല്ല, ഇതെന്റെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടല്ല, നമ്മുടെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളും രാഷ്ട്രീയ ബോധവും ആദർശവും ഒക്കെ തന്നെ ജൈവിക സിദ്ധാന്തവുമായി പലപ്പോഴും പൊരുത്തപ്പെടണമെന്നില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മുഴുവൻ ഡിസ്ക്ലൈമേഴ്സിനെയും മാറ്റി വെക്കാനായിട്ട് അബ്ദുള്ള അബ്ബാസ് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷുക്കൂർ വരിക്കോട്ടൻ കാണിച്ചിട്ടുള്ള അഭ്യാസമാണ് ഡോക്ടർ മനോജ് ബ്രൈറ്റ് ലേഖനത്തിലുള്ള ഒരു പരാമർശത്തെ എടുത്തുകൊണ്ട് വന്നിട്ട് ഡോക്ടർ മനോജ് ബ്രൈറ്റ് ഈ പറയുന്ന രീതിയിൽ എവല്യൂഷണറി ഡാർവീനിയൻ അൽഗോരിതത്തെ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന തെറ്റായ നരേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾക്ക് പലതരത്തിലുള്ള ചോദനകളുണ്ട്. ആ ചോദനകൾക്ക് ചിലപ്പോൾ പരിണാമപരമായിട്ടൊരു കാരണം നമുക്ക് കിട്ടി എന്ന് കരുതി അത് ധാർമ്മികമാവുന്നു എന്നില്ല. അതൊരു ന്യായവൈകല്യമാണ്. അതിന് വേണമെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഫാലസി എന്നും പറയാം, അല്ലെങ്കിൽ ഈ സോർട്ട് ഗ്യാപ്പ് എന്നും പറയാം. അതുകൊണ്ട് തന്നെ അത് ഈ എഴുത്തുകാരനും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ UA അങ്ങനെ റീഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ യുക്തിവാദിയോ സ്വതന്ത്രം തന്നെ ആര് റീഡ് ചെയ്താലും അതൊരു ഇതൊരു ന്യായവൈകല്യമാണ്. എന്തായാലും എഴുത്തുകാരൻ അത് ഉദ്ദേശിച്ചിട്ടില്ല നമുക്കറിയാം. ഇനി ഇത് മാത്രം പറഞ്ഞത് പോരാ. ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ മംഗലത്തിൻ്റെ അഭിപ്രായമായിട്ട് എഴുതി. അരുൺ മംഗലത്ത് ഇവിടെ റെഫർ ചെയ്തേക്കുന്ന പുസ്തകം ഞാൻ പറയാം. എ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് റേപ്പ്, ബയോളജിക്കൽ ബേസിസ് ഓഫ് സെക്ഷൽ കോവേഴ്സൺ എന്ന് പറയുന്നൊരു ബുക്കാണ് പുള്ളി ചെയ്തത്. റാൻഡി തോൺഹിൽ ആൻഡ് ക്രെയ്ഗ് ടി പാൾമർ ഈ 2 പേര് എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷണറി സൈക്കോളജിക്ക് ഈ റേപ്പ് പോലുള്ള കാര്യങ്ങളെ
അക്കൗണ്ട് ചെയ്യാൻ പറ്റും, റേപ്പ് പോലുള്ള സാമൂഹിക പ്രതിഭാസങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാൻ കഴിയും എന്ന് ആർഗ്യൂ ചെയ്യുന്നൊരു ബുക്കാണ്. ഈ ബുക്കിൽ ചില പ്രമുഖ ഫെമിനിസ്റ്റുകളുടെ വാദങ്ങൾ തെറ്റാണെന്നും എവല്യൂഷൻ വഴി മനസ്സിലാക്കുന്നതാണ് ബെറ്റർ എക്സ്പ്ലനേഷൻ എന്നും ആർഗ്യൂ ചെയ്യുന്ന ബുക്കാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ അരുൺ മംഗലത്ത് പറഞ്ഞ കാര്യങ്ങളിൽ വാദിച്ച കാര്യങ്ങൾ ഫാക്ച്വൽ ആണോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. അതും കൂടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അരുൺ മംഗലത്ത് ഇവിടെ റെഫർ ചെയ്ത സംഭവം തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ബുക്കാണ്. ഈ പുസ്തകം എന്ന് വെച്ചാൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. അക്കാഡമിയിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ മസീമോ പെഗ്ലോച്ചി പോലെയുള്ള ഫിലോസഫർ ഓഫ് സയൻസ് തന്നെ ഈ ബുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്നത് ഈ എവല്യൂഷണറി സൈക്കോളജി വെച്ചിട്ട് മനുഷ്യൻ്റെ എല്ലാ സംഭവങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത്ര ഒരു നല്ല പ്രയോഗമല്ല. ഇതൊരു ബോർഡർ ലൈൻ സൂഡോ സയൻസ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം പലതും കഥകളാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യർ ആണുങ്ങൾ മീശ വയ്ക്കുന്നു, എന്തുകൊണ്ട് ആണുങ്ങൾ മീശ വയ്ക്കുന്നു, അപ്പം അതിന് അവരൊരു കഥയങ്ങ് പറയുകയാണ്. ആ സമയത്ത് മീശ വയ്ക്കുന്നത് എന്തു പറയുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടു, സ്ത്രീകൾക്ക് മീശയുള്ള ചെറുക്കന്മാരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് മീശ വയ്ക്കുന്ന സൈക്കോളജി ഡെവലപ്പായി. അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു മേഖലയാണ് ഈ എവല്യൂഷണറി സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഇതൊരു റിയൽ സയൻസ് തന്നെ ആണോ എന്ന് തന്നെ സയൻസിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ പല കാര്യങ്ങളും അൺഫൾസിഫയബിൾ ആണ്, വെരിഫയബിൾ അല്ല, ആൻഡ് പലതും അൺജസ്റ്റിഫൈഡ് അസംഷൻസിലാണ് എടുക്കുന്നത്. ഈ പണ്ട് കാലത്തുള്ള സംഭവങ്ങൾ ലീനിയറായിട്ട് തന്നെ ഇപ്പോഴും നമ്മളെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് അവിടം വരെ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ തരത്തിലുള്ളൊരു ബയോളജിക്കൽ ഡിറ്റർമിനിസം, അത് ബയോളജിപരമായിട്ടെല്ലാം നമുക്ക് മനുഷ്യൻ്റെ ഓരോ സ്വഭാവത്തിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ തരത്തിലുള്ള പലതരത്തിലുള്ള ഐഡിയാസ് പുഷ് ചെയ്യുന്നൊരു മേഖലയാണ് ഈ എവല്യൂഷണറി സൈക്കോളജി. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഇത് സയൻസ് തന്നെ ആണോ എന്നുള്ള കാര്യത്തെ ആളുകൾ സംശയിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എവല്യൂഷണറി സൈക്കോളജി ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആണെന്നല്ല. ഈ മെസ്സിമോ പിഗ്ലോച്ചി പോലുള്ള ഫിലോസഫർ ഓഫ് സയൻസ് തന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു ബോർഡർ ലൈൻ ആയിട്ട്, അത് സയൻസും സൂഡോ സയൻസും കൂടെ ഒക്കെ ചേരുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു ഡൊമൈനായിട്ട് നമുക്ക് കാണുന്നത്. ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ തെറ്റായിരിക്കും. ഡോക്ടർ അരുൺ മംഗലത്തിന്റെ ലേഖനത്തിൽ ആ ലേഖനത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് താൻ ലേഖനം എഴുതുന്നത് എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. തന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ബലാത്സംഗ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ സംബന്ധിച്ച് നിരവധി സാമൂഹ്യ സിദ്ധാന്തങ്ങൾ ലഭ്യമാണ്. പക്ഷേ ആ സാമൂഹ്യ സിദ്ധാന്തങ്ങളിൽ ചില പോരായ്മകളുണ്ട്. പ്രത്യേകിച്ചും ഈ ചില ഫെമിനിസ്റ്റുകളുടെ ചില അവകാശവാദങ്ങൾ. ബലാത്സംഗം എന്ന് പറയുന്നത് ലൈംഗിക തൃഷ്ണയിൽ നിന്നുളവാകുന്ന ഒന്നല്ല, മറിച്ച് ഒരു സ്ത്രീയുടെ മേൽ തന്റെ ശാരീരികമായിട്ടുള്ള കൂടുതൽ ശക്തി പ്രകടിപ്പിക്കാനും അവയെ കീഴ്പ്പെടുത്തി വെക്കാനുമുള്ള ഒരു പുരുഷന്റെ കേവലമായിട്ടുള്ള ത്വരയാണ് ബലാത്സംഗത്തിന് വലിയ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ചില ഫെമിനിസ്റ്റുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരം ചില സോഷ്യോളിസ്റ്റുകളും അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം സിദ്ധാന്തങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ജൈവിക സിദ്ധാന്തം അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത്. അതുകൂടാതെ ഇവയെ കൃത്യമായിട്ട് ബലാത്സംഗത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പരിഹാര മാർഗങ്ങൾ കാണാൻ പറ്റൂ എന്നുള്ള കാര്യവും ഡോക്ടർ അരുൺ മംഗലത്ത് മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനെ അവഗണിച്ചിട്ട് ഡോക്ടർ അരുൺ മംഗലത്ത് ബലാത്സംഗത്തെ സംബന്ധിച്ചിട്ടുള്ള ജൈവിക സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടും. ഇതാണ് യുക്തിവാദികളുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ധാർമ്മികത കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് വി ഓട്ട് ടു ഡു, വാട്ട് വി ഓട്ട് നോട്ട് ടു ഡു എന്നാണ്. അഥവാ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള നിഗമനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള റീസണിങ്, ഇവയൊക്കെയാണ് നമ്മൾ ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ബയോളജിക്കലി എങ്ങനെയാണ് എന്നത് ഇതിനെ അത്ര അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങനെ ആകണം, എങ്ങനെ ആകരുത് എന്നതാണ് ധാർമ്മികതയുടെ ചർച്ചകൾ തന്നെ. ബയോളജി അല്ലെങ്കിൽ നമ്മുടെ പരിണാമപരമായ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ്, ഈസ് വാട്ട് വി ആർ അല്ലെങ്കിൽ വാട്ട് വി വേർ അല്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് എന്നുള്ള ഈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ഓട്ട്, എന്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ ഈസിൽ നിന്നും ഓട്ടിലേക്ക് നമുക്ക് ചാടിപ്പോകാൻ പറ്റത്തില്ല. അതൊരു ഫാലസിയാണ്. അതിനെ നാച്ചുറലിസ്റ്റിക് ഫാലസി എന്ന് വിളിക്കാം, ഈസോട്ട് ഗ്യാപ്പ് എന്ന് പറയാം. അപ്പം ഇത്തരം ലേഖനങ്ങൾ വായിച്ചിട്ട് ഇതാണ് നിരീശ്വരവാദികളുടെ ധാർമ്മികത എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള ഫാലസിയാണ്. അങ്ങനെ ആരെങ്കിലും ഇൻഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ന്യായവൈകല്യമാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിവാദമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് യുക്തിവാദ മാസികയിൽ ഈ അരുൺ മംഗലത്തിലെ ലേഖനത്തില് പേജ് 57 പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജീനോമിന്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ട കഴിവാണ് അതിന്റെ ധാരാളം കോപ്പികൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഇത് സാധ്യമാക്കാൻ പുരുഷന് 3 വഴികളാണുള്ളത്. ഇവിടെ പുരുഷൻ എന്നുള്ളത് മനുഷ്യ പുരുഷൻ ആണെന്നുള്ള ഒരു തെറ്റായ ധാരണയിലേക്ക്
ഷുക്കൂർ വരിക്കോടനെ അബ്ദുള്ള ബാസിലിനെ പോലെയുള്ള അല്ലെ സഹീറിനെ പോലെയുള്ള ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അരുൺമംഗൽ വ്യക്തമായിട്ട് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം സ്കോർപിയൻ ഫ്ലൈസ് അല്ലെങ്കിൽ തേൾ ഈച്ചകളുടെ ഉദാഹരണം എടുത്ത് കാണിക്കുന്നുണ്ട്. കുപ്പിമൂക്കൻ തിമിംഗലത്തിന്റെ ഉദാഹരണം കാണിക്കുന്നുണ്ട്. താറാവ്, വാത്ത തുടങ്ങിയ പക്ഷികളിൽ ബലാത്സംഗം വ്യാപകമായിട്ട് നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ സസ്തനികളിലും പ്രാണിവർഗങ്ങളിലും അതുപോലെ തന്നെ പക്ഷിവർഗത്തിലുമൊക്കെ സാധാരണമായിട്ടുള്ള ഒന്നാണ് ബലാത്സംഗം. അതുകൊണ്ട് മനുഷ്യരിലും ബലാത്സംഗം പ്രകൃതിപരമായിട്ടുള്ളതാണ്, ഉള്ളതാണ്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല. എന്നാൽ മറ്റ് ജീവവർഗങ്ങളിലുള്ള ബലാത്സംഗത്തെ നമുക്ക് തടയാൻ കഴിയാത്തതുപോലെ അല്ല മനുഷ്യവർഗത്തിലുള്ള പുരുഷന്മാരുടെ ബലാത്സംഗ പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അരുൺമംഗലത്ത് ഈ പുരുഷന്മാര് തന്റെ ജനിതക ദ്രവ്യം സ്ത്രീകളിലേക്ക് പകർന്ന് കൂടുതൽ ജനിതക കോപ്പി എടുക്കാനുള്ള, അവരെ ഗർഭിണിയാക്കാനുള്ള സാധ്യത തേടുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന 3 മാർഗങ്ങൾ. ഒന്ന്, ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ശാരീരിക ഘടനയുള്ള ആളായിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിംനാസ്റ്റിക് ബോഡി വേണം നിർബന്ധമൊന്നുമില്ല, ഒരുപാട് ഉയരം വേണമെന്നോ ശാരീരിക പുഷ്ടി വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് പാടാൻ കഴിയുന്ന, നന്നായിട്ട് ഓടാൻ കഴിയുന്ന, നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന, അത്തരം ആർട്ടിസ്റ്റിക് മേഖലകളിലോ അല്ലെങ്കിൽ കായിക മേഖലകളിലോ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ സ്ത്രീകളോട് പ്രത്യേക മമതയുണ്ടാകും. അത്തരം ആൾക്കാർക്ക് സ്ത്രീകളെ എളുപ്പത്തിൽ ഈ പറയുന്നത് പോലെ ഇണയാക്കാനായിട്ടുള്ള കഴിവുണ്ടാകും എന്നാണ് ഒന്ന് പറഞ്ഞു വയ്ക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തൻ്റെ പൊട്ടൻഷ്യൽ ഇണയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, വേഴ്ചയിൽ ഏർപ്പെടാൻ തയ്യാറായി വരുന്ന ഇതര പുരുഷന്മാരെ നേരിടാനുള്ള കഴിവ്. അപ്പൊ അതിന് ഷുക്കൂർ വരിക്കോടൻ പറഞ്ഞത്, ഒരു സ്ത്രീയെ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പുരുഷന്മാരെയൊക്കെ തല്ലിച്ചതച്ച് മുന്നോട്ട് പോവുക, അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം. നമ്മൾ സിംഹവർഗത്തിന്റെ കാര്യവും ചിമ്പാൻസി കൂട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അവിടെ നിരവധിയായിട്ടുള്ള പുരുഷ സിംഹങ്ങളും പുരുഷ ചിമ്പാൻസികളും ഉണ്ടാകും. പക്ഷെ ആ കൂട്ടത്തിന്റെ ഹെഡ് ആകണമെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഒന്നിലധികം ഇണകളെ സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട സിംഹികളെയും ചിമ്പാൻസികളെയും സ്വന്തമാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കായികമായിട്ടുള്ള കരുത്ത് പ്രകടിപ്പിക്കുകയും മറ്റ് ശത്രുക്കൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കുകയും ചെയ്യേണ്ട ആവശ്യകത ഈ സിംഹങ്ങൾക്ക് അതുപോലെ ചിമ്പാൻസികൾക്കുണ്ട്. അവർക്കിടയിൽ അതിനുവേണ്ടി മല്ലയുദ്ധങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ഇത് മനുഷ്യരുടെ കാര്യം മാത്രമല്ല പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. മാത്രമല്ല ഈ ആൺമയിലുകളുടെ പ്രത്യേകമായിട്ടുള്ള ചിറകിന്റെ ഭംഗി, അത് പൂവൻകോഴിയുടേതാണെങ്കിലും നേരത്തെ പറഞ്ഞ സിംഹത്തിൻ്റെതാണെങ്കിലും അതൊക്കെ തന്നെയും പരിണാമപരമായ അനുകൂലനങ്ങളാണ്. പുരുഷന് വേണ്ടിയിട്ട് ഇണയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള അനുകൂലനങ്ങളാണെന്നും അരുൺമംഗലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ ഇതൊക്കെ മനുഷ്യരെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുന്ന തെറ്റിദ്ധരിപ്പിക്കൽ പരിപാടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. എന്താണ്? ഇത് രണ്ടും, ആദ്യം പറഞ്ഞ 2 കാര്യവും, ശാരീരിക ശേഷിയും അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിന് നേരിടാനുള്ള കഴിവ് ഇല്ലാത്ത പുരുഷന്മാരിൽ ഇത് 2 സാധ്യമല്ലെങ്കിൽ ബലാത്സംഗമാണ് ബാക്കിയുള്ള വഴി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന് തൊട്ട് താഴെ ശ്രീ അരുൺമംഗലത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യത്തെ ഷുക്കൂർ വരിക്കോട്ടനും അബ്ദുള്ള ബാസിലും സഹീറും കൃത്യമായിട്ട് മറച്ചു വെച്ചു. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വഴി പുരുഷന്മാരുടെ ബലാത്സംഗം ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാവുന്നതാണെന്നല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ 2 വഴികളും തടസ്സമായിട്ട് നിൽക്കുന്ന പുരുഷന് ലഭ്യമായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ബലാത്സംഗത്തിന്റെ വഴിയാണ് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അരുൺമംഗലത്ത് അത് ഇപ്പൊ പറഞ്ഞ മൂന്നാമത്തെ വഴിയുടെ താഴെ തൊട്ട് ചേർത്ത് എഴുതി വെച്ചത് മറച്ചു വെച്ചിട്ട് ഇത് യുക്തിവാദികളുടെ ധാർമ്മിക വീക്ഷണമാണ്, ബലാത്സംഗം എന്ന് പറയുന്നത് ശരിയാണ്, ഓരോ സ്ത്രീയും ഓരോ സാധ്യതയാണ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്ന പരിപാടി നമ്മൾ കാണും. ഷുക്കൂർ വരിക്കോടൻ പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ വിചാരിക്കുക? ഒരു സ്ത്രീ നടന്നു പോകുന്നു. പക്ഷേ നാസ്തികർ എന്താ വിചാരിക്കുക? എന്റെ ഒരു സാധ്യത അതാ പോകുന്നു എന്ന മട്ടിലാണ്. അപ്പൊ അതുമായിട്ട് നമ്മൾ ആ പ്രസ്താവനയെ നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത് എം അക്ബറുടെ ഒരു വിവാദ വീഡിയോ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. എന്താണ് ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത്? നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് സ്ഥിതി. പിന്നെ പെണ്ണിൻ്റെ പ്രകൃതം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിൻ്റെ ശരീരം തീർച്ചയായും ഒരു ലൈംഗിക വസ്തു തന്നെയാണ്. നിങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണിൻ്റെ തലച്ചോറിനെ കുറിച്ച് പഠനം നോക്ക് നിങ്ങൾ.
ന്യൂറോളജിക്കൽ സ്റ്റഡീസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം, ഗൂഗിളെല്ലാം ഉണ്ടല്ലോ, ഗ്രന്ഥങ്ങളിലേക്ക് പോണ്ട. ആണിൻ്റെ പെണ്ണിൻ്റെ വെറുതെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, തലച്ചോറിൻ്റെ രേഖാചിത്രത്തിൽ പോലും കാണും. ആണിൻ്റെ തലച്ചോറിൽ 4-5 ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിൽ 2-3 ഭാഗം മുഴുവൻ സെക്സാണ്. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്ന കാര്യം എന്താണ്? ഒരു പുരുഷന്റെ തലച്ചോറ് നിറച്ച് സെക്സാണ്. ആരാ പറയുന്നത്? ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ് എന്ന്, ന്യൂറോളജിസ്റ്റുകൾ കണ്ടെത്തിയതാണെന്ന് പറഞ്ഞിട്ട് അവതരിക്കുന്നത്. ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ അവഗണിക്കുകയും ശാസ്ത്രീയമായ ഒരു സിദ്ധാന്തം, ഒരു ജൈവിക സിദ്ധാന്തം എങ്ങനെയാണ് ബലാത്സംഗം എന്നുള്ളത് എല്ലാത്തരം ജീവവർഗങ്ങളിലും ബാധകമായിരിക്കുന്നത്, അത് എല്ലാ കാലത്തും എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യർക്കിടയിലും ജീവജാലങ്ങൾക്കിടയിലും ഇതൊരു പൊതു സ്വഭാവമായിരിക്കുന്നത് എന്നുമുള്ള ശാസ്ത്രീയ പഠനത്തെ തെറ്റായി അത് യുക്തിവാദികളുടെ ധാർമ്മിക ചിന്തയാണെന്ന് പറഞ്ഞു വെക്കുന്ന പരിപാടി, ഇത് ശരിയായ പരിപാടി അല്ല. ആണെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം. എനിക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷ ഇവന്മാരുടെ ഈ നിലപാട് തറയെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഇവരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇവർ എപ്പോഴും അവരുടെ ട്രേഡ് മാർക്കായിട്ടുള്ള നമുക്ക് രണ്ടുണ്ട് സാധനം എന്ന ട്രേറ്റ് എപ്പോഴും കാണിക്കാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ അരുൺ മംഗലത്തിൻ്റെ പോസ്റ്റ് വെച്ചിട്ട് ശുക്കൂർ വാരിക്കോടൻ ഒരു വലിയൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത് ഞങ്ങളൊക്കെ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ സ്ത്രീയായിട്ടാണ് കാണുക, പക്ഷേ നാസ്തികരൊക്കെ അതിനൊരു അവസരമായിട്ടാണ് കാണുക. അതിന് തെളിവായിട്ട് അവർ അരുൺ മംഗലത്തിൻ്റെ ഈ ലേഖനം ഇതിനു മുമ്പ് മനോജ് ബ്രൈറ്റ് എഴുതിയ എന്തോ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എടുത്തിട്ടാണ് അവർ വലിയ ഡയലോഗൊക്കെ അടിച്ചത്. ഇവിടുത്തെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുമ്പ് UA ഇതേപോലുള്ള കാര്യങ്ങൾ ഇവരുടെ ചാനലിൽ ഇതാണ് ശാസ്ത്ര സത്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കേൾക്കാം. ഇപ്പൊ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കൊച്ചിയിലുള്ള ഒരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മിഡ് നൈറ്റ് സെയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 5-6 യങ്സ്റ്റേഴ്സ്, പ്രായം കുറഞ്ഞ ആൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവരുടെ എല്ലാവരെയും മുഖം മറ്റേ ടേബിൾ ഫാൻ ഒക്കെ സ്വിങ്ങിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിയോലോ, അതേപോലെ ഇങ്ങനെ ഒരേ സിങ്ക്രണസ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരത്തേക്ക് നോക്കിയപ്പോ സംഗതി ഇതാണ്, ഒരു പെൺകുട്ടി, ഒരു മോഡേൺ സ്റ്റൈലിൽ ഡ്രസ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കേൾക്കുന്ന പുരുഷന്മാരായിട്ടുള്ള ആൾക്കാര്, എനിക്കിതിനെ പറ്റി പറയാൻ ഞാൻ ആധികാരികമായിട്ട് ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പുരുഷനായി ജനിച്ച് പുരുഷനായി വളർന്ന ഒരാളാണ്. അപ്പൊ പുരുഷന്മാർ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ ഞാൻ ക്വാളിഫൈഡ് ആണെന്നുള്ളത് ഇനി വേറെ പറയേണ്ട ആവശ്യമില്ല. പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർക്ക് സ്ത്രീകളോട് നോട്ടം കൊണ്ട് യാതൊരുവിധ അട്രാക്ഷനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I would say you are lying through your teeth. ആദിൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോ നമ്മള് അതിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ആണുങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്നുള്ളത്. അതായത് എനിക്കൊരു പെണ്ണിനെ കണ്ടാല് പിന്നെ ഒന്ന് നോക്കാൻ തോന്നൂല എനിക്ക്. അതായത് ആണുങ്ങളോടുള്ളതല്ലാത്ത രൂപത്തിൽ ഒരു പെണ്ണിനോട് ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഒരു നോക്കാനോ ഒരു സംസാരിക്കാനോ ഉള്ള ഒരു ടെൻഡൻസി ഒരു ആണിന് ഉണ്ടാവില്ല എന്ന് നിങ്ങളോട് ഏതെങ്കിലും ഒരാണ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ 2012 പബ്ലിഷ് ചെയ്തൊരു ആർട്ടിക്കിളാണ് സയന്റിഫിക് അമേരിക്കനിൽ. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ക്യാൻ ദേ ബി ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ് ആ പേപ്പറിൽ അവര്, ഞാൻ പറയില്ല കേട്ടോ, അവര് പിന്നെ ആ പഠനത്തിന്റെ റിസൾട്ട് പറയാണ്. അപ്പൊ ഈ പഠനത്തിന്റെ അതിന്റെ റിസൾട്ട് ആയിട്ട് അവർ പറയുന്നത് എന്താ അറിയോ? സോ ക്യാൻ മെൻ ആൻഡ് വുമൻ ബി ജസ്റ്റ് ഫ്രണ്ട്സ്? ഇഫ് വി ആൾ തോട്ട് ലൈക്ക് വുമൺ, ആൾമോസ്റ്റ് certainly. But if we all thought like men, we would probably be facing a serious overpopulation crisis. അതായത് പിന്നെ ഇത് ചുമ്മാ പറയല്ല, വളരെ കൃത്യമായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ട് പറയുന്ന റിസൾട്ടാണ് ഇത്. റിസൾട്ട് ഒറ്റ പേപ്പർ ഒന്നുമല്ല ഈ പേപ്പർ 2012 10 എങ്ങാണ്ടാണ്. ഇത് കുറച്ചുകൂടി റീസെന്റ് ആണ്, 2020 നടന്നൊരു പഠനമാണ്. അപ്പൊ ഇതില് പിന്നെ നാച്ചർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, എന്തിനാണ് ആളുകൾ കൂടുതൽ ഫ്രണ്ട്സ് ആവുന്നത് എന്നൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ അവർക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ കഴിയും. പക്ഷെ ആണുങ്ങളാണെങ്കിൽ അവർ പുറമേക്ക് അങ്ങനെ പറഞ്ഞാൽ പോലും അതിന്റെ അടിയിൽ ഒരുപാട് ലൈംഗികമായിട്ടുള്ള ടെൻഡൻസികളും ഇമ്പൾസുകളും അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് കൃത്യമായ ഒരു പഠനം നടത്തിയിട്ട് കണ്ടെത്തിയത്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഈ ഫ്രണ്ട്ഷിപ്പ് ചോയ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പൊ അതിൽ ആണുങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ മെയ്റ്റിങ് കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നാണ്. അതായത് ഫ്രണ്ട്സ് ആവാനുള്ള ടെൻഡൻസിക്ക് അവരെ ഈ സെക്ഷൽ ആയിട്ടുള്ള മേറ്റിങ്ങിനുള്ള ഒരു കണ്ണുകൂടി ആണുങ്ങൾ അതിന് കൂടുതലായിട്ട് നൽകുന്നു എന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാല്, അപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട്
ചില എന്താ പറയാ ഭയങ്കര വോക്ക് ആയിട്ടുള്ള ഭയങ്കര ശുദ്ധന്മാരായിട്ടുള്ള നിഷ്കളങ്കന്മാരായിട്ടുള്ള ആണുങ്ങൾ വന്നിട്ട് പറയാണ് എനിക്ക് ഒന്നും തോന്നില്ല, പെണ്ണുങ്ങളെ കണ്ടാൽ ഒന്നും തോന്നില്ല, എനിക്ക് പിന്നെ നോക്കാൻ തോന്നില്ല, എനിക്ക് പ്രത്യേകമായിട്ട് മറ്റു പുരുഷനോടും ഉള്ള അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു ഒന്നും തോന്നില്ല എന്ന് നിങ്ങളെ മുന്നിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ പാർട്ട്ണറായിട്ട് വിവാഹത്തിന് തെരഞ്ഞെടുക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഒന്നുകിൽ അയാൾ നുണ പറയുകയാണ്. അപ്പൊ എന്തായാലും നുണയനായുള്ള ഒരാളെ നിങ്ങൾക്ക് പിന്നെ വിശ്വസ്തനായ ജീവിത പങ്കാളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അയാൾക്ക് ഒരു നോർമൽ മെയിലിന്റെ ഫങ്ഷൻസ് നടക്കുന്നില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേമാതിരി തന്നെ ഡോക്ടർ സയൂബ് പറഞ്ഞു കേട്ടല്ലോ, അദ്ദേഹം സ്റ്റഡിയൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രമാണ് പെൺ സുഹൃത്തുക്കളെ തന്നെ ഉണ്ടാക്കുന്നത് എന്നതാണ്. അപ്പോൾ സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു സുഹൃത്ത് താങ്കളെ സുഹൃത്തായിട്ട് കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം ഇതാണ് എന്ന് വരുമോ എനിക്കറിയില്ല. ശുക്കൂർ വാരിക്കോടൻ അതുകൊണ്ട് തന്നെ സ്ത്രീ സുഹൃത്തുക്കളില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും വരുന്ന തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുണ്ട് സാധനം, വി ഹാവ് 2 items. ശുക്കൂർ വാരിക്കോടൻ പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു സ്ത്രീ മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് ഇവിടെ പറയുന്നു. സയൂബും അതിലുമൊക്കെ പോയിട്ട് 2 വർഷം മുമ്പുള്ള വീഡിയോയിലിരുന്ന് പറയുകയാണ് ആണുങ്ങൾക്ക് ഏതെങ്കിലും സ്ത്രീയായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അവർ സെക്സ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് ശരി? രണ്ടും കൂടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് എനിക്ക് തോന്നുന്നത് 2 അല്ല 2 കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. ഇസ്ലാമിക് ഡയലക്റ്റിക്സ് ഈസ് എ വെരി ഫണ്ണി തിങ്. ഇതാണ് അവസ്ഥ. അതായത് നമ്മൾ ആദ്യം ഇസ്ലാമിന്റെ പറയാനുള്ള കാരണം ആളുകൾ അറിയട്ടെ എന്നുള്ള നിലക്കാണ്, ആളുകൾ അത് കാണണം. ഈ ഇത്രയും വൃത്തികെട്ട ധാർമ്മികതയും സ്വന്തം പുസ്തകത്തിനെ വിശുദ്ധം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചതും വിശുദ്ധനാണെന്നും മാനവരിൽ മഹോന്നതനാണെന്ന് പറഞ്ഞിട്ടുള്ള ആള് ചെയ്തതും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ചെയ്ത ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അവിടെ ഒക്കെ നടക്കുന്നത് പലതരത്തിലുള്ള റേപ്പാണ് എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ വീക്ഷണത്തിൽ അത് തെറ്റാണ് എന്ന് ഉള്ള സാധനങ്ങളൊക്കെ ബോധ്യമുള്ള ആളുകൾ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എങ്ങനെ ചരിത്രത്തിൽ ഇതുപോലുള്ള മനുഷ്യന്റെ നരവംശ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ജീവിവർഗത്തിന്റെ പരിണാമ ദശയിലോ നടന്നിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ധാർമ്മികതയുടെ ഭാഗമാണെന്ന് ആളുകൾ അവർ സ്ട്രോമാൻ ചെയ്യുക. ഇതെങ്ങനെ ചുമ്മാ ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റുന്നതല്ല, ഇങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുക. നമ്മൾ പല ആളുകളും യുക്തിവാദികളും സ്വതന്ത്ര ഇന്ത്യയോടൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ ഇതുപോലുള്ള വൃത്തികേടുകളും ഇതുപോലുള്ള സ്ട്രോമാനും ഒക്കെ മനസ്സിലാവാതെ ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞതൊന്നും കേൾക്കാതെ ആളുകൾ വന്ന് പ്രതികരിക്കുകയും ആളുകളോടുള്ള സമീപനം, യുക്തിവാദികളുടെ സ്വതന്ത്രത്തിനോടുള്ള സമീപനം സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷനുകൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ സാധനങ്ങൾ മൊത്തം പറയേണ്ടി വന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ധാർമ്മികത ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഇന്നത്തെ ആധുനിക ധാർമ്മികതയെ ജഡ്ജ് ചെയ്യാൻ വരാൻ. ആധുനിക ധാർമ്മികതയാണ് നമ്മുടെ ധാർമ്മികത. അതിനെക്കുറിച്ച് പ്രതീക്ഷ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. എത്രയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഷിയാബ് ഖാൻ. ഇവിടെ അൺമാർക്കിംഗ് അനോമലീസ് ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മറുപടി പറയുക എന്ന ഗതികേടിലേക്ക് എത്തിച്ചേർത്ത്. കാരണം അരുൺ മംഗലത്തിന്റെ ലേഖനത്തിന്റെ ക്ലിപ്പിംഗ്സ് എടുത്തു വെച്ചിട്ട് സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചിട്ട് ഇസ്ലാമിക ദാവാ പ്രവർത്തകരും യുക്തിവാദത്തെയും നാസ്തികതയും അവമതിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയുടെ ഒരു തുടർച്ച മാത്രമാണ് അൺമാസ്കിംഗ് അനോമലീസ് ടീമും മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ അരുൺ മംഗലത്തെ ലേഖനത്തിൽ തന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബലാത്സംഗത്തിന്റെ സാമൂഹ്യ സിദ്ധാന്തങ്ങളെയും ദൈവിക സിദ്ധാന്തങ്ങളെയും അപഗ്രഥിക്കുകയാണ് തന്റെ ഉദ്ദേശമെന്ന് ഇതേ ലേഖനത്തിന്റെ തുടക്കത്തിൽ പേജ് 50 എഴുതി വെച്ചിട്ടുണ്ട്. ലേഖനത്തിന്റെ ഉദ്ദേശം ബലാത്സംഗത്തിന്റെയും കാരണങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും അതിന് സാധ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് എന്നുള്ള കാര്യം ഇതേ ലേഖനത്തിൽ പേജ് റെഫറൻസ് 49 കൃത്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. 9 ഡിസ്ക്ലെയിമേഴ്സ്, 9 തവണ ഒരു ലേഖനത്തിൽ താൻ പറയുന്ന കാര്യങ്ങൾ തന്റെ രാഷ്ട്രീയ അഭിപ്രായമോ ആദർശമോ അല്ലെന്ന്, ബലാത്സംഗത്തിന്റെ ഉത്ഭവത്തിന്റെയും അതിന്റെ കാരണങ്ങളുടെയും അപഗ്രഥന പഠനമാണ് ഇത് നടത്തുന്നതെന്നും വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ആ ഒരു ലേഖനത്തിലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുക്കുകയും ആ ലേഖനത്തിന്റെ അതിന്റെ സമഗ്രതയിലും ഉദ്ദേശ ലക്ഷ്യത്തിലും അതിനെ കാണാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്ന ഒരു അനീതിയുണ്ട്. അത് തന്നെ പൂർണ്ണമായിട്ടുള്ള അധാർമികതയാണ്. ഇത്തരം അധാർമികതകളുടെ ഉറവിടം എന്ന് പറയുന്നത് ഇസ്ലാമിക ധാർമ്മിക ബോധമാണ്. ഇസ്ലാമിന് വേണ്ടി നുണ പറയുന്നതും
വളച്ചൊടിക്കുന്നതും ശരിയാണെന്ന് പറയുന്ന ധാർമ്മിക ബോധം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ഹദീസുകളിലെ, ഇസ്ലാമിക ചരിത്രത്തിലെ, ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥത്തിലെ ലൈംഗിക ധാർമ്മികതയെക്കുറിച്ച് മാത്രം പരാമർശിച്ചുകൊണ്ട് എത്രമാത്രം വഷളാണ്. ആ വഷളത്തരത്തിന്റെ നെറുകയിൽ നിന്നിട്ട് അതൊരു ദന്തഗോപുരമാണെന്ന് കരുതി സാധാരണ യുക്തിവാദി പ്രവർത്തകരെയും അല്ലെങ്കിൽ നാസ്തികരെയും അവമതിക്കാനും അവരുടെയൊക്കെ ധാർമ്മികത മഹാപോക്കാണ്, അവർ ബലാത്സംഗത്തിന്റെ വ്യക്താക്കളാണ് എന്ന് കാണിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇത്തരം പ്രതികരണ വീഡിയോകളുമായിട്ട് ഞങ്ങൾക്ക് വരേണ്ടി വരും. ഇതിന് പ്രതികരണം ഉണ്ടെങ്കിൽ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കും. അത് അൺമാസ്കിംഗ് അനോമലീസിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് ഏതൊരു തരം ഇസ്ലാമിക അനിസ്ലാമിക മത ജീവികളുടെ ഭാഗത്തുനിന്നായാലും അതിനെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. എല്ലാത്തരം വിമർശനങ്ങളെയും എല്ലാത്തരം പ്രതികരണങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ അവസാനമായിട്ട് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം, ഇസ്ലാം മതത്തിന്റെ ധാർമ്മികത ഈ പറഞ്ഞതുപോലെ അതിനെ പ്രസ്താവിക്കാതെയും അതിനെ വെച്ച് വിലയിരുത്താതെയും നിങ്ങൾ ആധുനിക മാനവികതയും ധാർമ്മിക സംഭാവനകളെ പൊളിച്ചു കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അത് മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണെന്ന് മാത്രമല്ല അർത്ഥമില്ലാത്തതാണെന്നും കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇസ്ലാമിക ധാർമ്മികത എന്ന് പറയുന്നത് ദൈവദത്തമാണെന്നും അപ്രാപഞ്ചികമാണെന്നും അന്യൂനമാണെന്നും അതുകൊണ്ട് തന്നെ അത് സാർവകാലികമാണെന്നും എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് മാത്രമല്ല സാർവത്രികമായിരിക്കണമെന്നും ലോകത്തിന്റെ ഭൂമിയുടെ എല്ലാ ഭാഗത്തുള്ള മനുഷ്യര് പിൻപറ്റേണ്ടതാണെന്നും ഉദ്ഘോഷിക്കുമ്പോൾ മറന്നുപോകരുതാത്ത കാര്യം ഇസ്ലാമിക ധാർമ്മികതയിൽ ലൈംഗിക വശങ്ങൾ, സ്ത്രീവിരുദ്ധ ഭാഗങ്ങൾ അത് നിങ്ങളെ നോക്കി പല്ലിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത്തരം പല്ലിളിക്കലുകളുടെ നേർചിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മുന്നിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ തരമില്ല. കാരണം ഇത് നിങ്ങൾ കുഴിച്ച കുഴിയാണ്. അതിൽ വീണ് കിടന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് എന്തിനായിരുന്നു കുഴിച്ചത് എന്ന് പര്യാലോചിക്കുക. കേട്ടവർ എല്ലാവർക്കും, ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദിയോടെ വീണ്ടും കാണാമെന്ന വാഗ്ദാനത്തോടെ പിരിയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ കണ്ടന്റ് മാക്സിമം ആളുകൾക്ക് എത്തിക്കുക. ഇതുപോലെ യുക്തിവാദികള് സ്വതന്ത്രചിന്തകരൊക്കെ എന്താണെന്നുള്ളത് തെറ്റിദ്ധാരണ പരത്തുന്ന ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർക്കുള്ള ഒരു മറുപടിയാണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. താങ്ക് യു.